4GB VRAM, 64-bit memory interface, PCI 4x4 lanes only. That means half of the bandwidth. പഴയ ജനറേഷനേക്കാളും ഹാഫ് ഓഫ് ദി കമ്പ്യൂട്ട് യൂണിറ്റ്സ്. വീഡിയോ എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഇല്ല. ആൻഡ് ഓൺലി 2 ഡിസ്പ്ലേ ഔട്ട്പുട്ട് പോർട്സ് മാത്രം. ഞാൻ സംസാരിക്കുന്നത് RX 6500 XT ഗ്രാഫിക്സ് കാർഡിനെ കുറിച്ചാണ്. ഇൻ ഷോർട്ട് പറയുവാണെങ്കിൽ 6500 XT ഒരു വൻ ഡിസാസ്റ്റർ ആണ്. സോ യോർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോ. തുടങ്ങാം. Radeon RX 6500 XT AMD സൈഡിൽ നിന്ന് വന്ന RDNA 2 ബേസ്ഡ് 6 നാനോമീറ്റർ പ്രോസസ്സിൽ ചെയ്ത പുതിയൊരു ബഡ്ജറ്റ് എൻട്രി ലെവൽ ഗ്രാഫിക്സ് കാർഡാണ്. ഈവൻ ദോ സ്പെക്സ് കുറച്ച് ലോ ആണെങ്കിലും അനൗൺസ് ചെയ്ത ടൈമിൽ ഇത് നല്ലൊരു ഗ്രാഫിക്സ് കാർഡ്, ഒരു എൻട്രി ലെവൽ ഗ്രാഫിക്സ് കാർഡ് ആണെന്നാണ് പലർക്കും തോന്നിയത്. കാരണം മെയിൻലി ഇതിന്റെ പ്രൈസ് പോയിന്റ് ബീങ് $199. സോ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ലോ ബഡ്ജറ്റ് ഗ്രാഫിക്സ് കാർഡ് ആയിരുന്നു. ബട്ട് ഇന്നലെ ഇതിന്റെ തേർഡ് പാർട്ടി റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി ആൻഡ് റിയലി ഡിസപ്പോയിന്റിംഗ് ആണ്. ഇന്ത്യൻ പ്രൈസിംഗ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പം MD കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ പ്രൈം ABGB വെബ്സൈറ്റ്സിലൊക്കെ 18,000 റേഞ്ചിൽ സഫയർ കാർഡ്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. ആൻഡ് കുറച്ച് കഴിഞ്ഞ് മറ്റ് ബ്രാൻഡ്സിന്റെ ഒക്കെ ലിസ്റ്റിംഗ്സ് വന്നു തുടങ്ങി. അത് 32,000 ആൻഡ് 35,000 റേഞ്ച് ഒക്കെ ആയിരുന്നു. സോ ഐ ഡോണ്ട് നോ 18,000 റേഞ്ചിൽ ഇപ്പോഴും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. മോസ്റ്റ്ലി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി കാണും. സോ ഇൻ കേസ് 18,000 എന്ന പ്രൈസ് ടാഗിൽ ഗെയിമിംഗ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നേ പറയത്തുള്ളൂ. അതല്ല നിങ്ങൾ ഓവറോൾ ഒരു ഗ്രാഫിക്സ് കാർഡാണ് നോക്കുന്നത്, അത്യാവശ്യം ഗെയിമിങ്ങും എഡിറ്റിംഗും കണ്ടന്റ് ക്രിയേഷൻ ഇതുപോലെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള മെയിൻലി എഡിറ്റിംഗ് എന്ന സംഭവം ഉണ്ടെങ്കിൽ ഇത് എടുക്കുന്നത് നല്ലതല്ല, എടുക്കാനേ പാടില്ല. സോ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓർ വാട്ട് ആർ ദ ഡ്രോബാക്സ് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ VRAM ഇതിൽ 4GB മാത്രമേ ഉള്ളൂ. 4GB ആക്ച്വലി ഒരു ബഡ്ജറ്റ് കാർഡിന് 4GB അത്യാവശ്യം ഓക്കെയാണ്. 1080p മീഡിയം സെറ്റിംഗ് ഗെയിംസിലൊക്കെ ഒരു 4GB ഓക്കെയാണ്. പക്ഷെ എന്നാലും ഇതിൽ വേറെ കുറെ ലിമിറ്റേഷൻസും കൂടിയുണ്ട്. സോ അതെല്ലാം കൂടി ആഡപ്പ് ആകുമ്പം 4GB എന്ന് പറയുന്നത് ഈ ഗ്രാഫിക്സ് കാർഡിൽ, ഈ പർട്ടിക്കുലർ ഗ്രാഫിക്സ് കാർഡിൽ ഒരു വലിയൊരു ലിമിറ്റേഷൻ ആണ്. സ്പെഷ്യലി VRAMന്റെ കാര്യം പറയുമ്പം AMD സ്വന്തമായിട്ട് കോട്ട് ചെയ്ത ഒരു കാര്യം തന്നെ അവർ ഓൺലൈനിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 5500 XTയുടെ 8GB ഗ്രാഫിക്സ് കാർഡ് 2020 ഇറക്കിയപ്പം അവർ പറഞ്ഞു 4GB VRAM കുറവാണ്, 1080p ഗെയിമിങ്ങിന് വേണ്ടി 4GB ഇപ്പൊ കുറവാണ്, 6GB to 8GBയിലോട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യണമെന്നാണ് AMD അന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പം അതേ AMD 6500 XT ഗ്രാഫിക്സ് കാർഡ് 4GB വേരിയന്റിൽ അതും പല ഫീച്ചേഴ്സും കട്ട് ഡൗൺ ചെയ്തുകൊണ്ട് ഇറക്കിയത്. സോ ഇനീഷ്യൽ റിവ്യൂസ് ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ തന്നെ AMD അവരുടെ ബ്ലോഗ് പോസ്റ്റിൽ നിന്ന് ആ ഒരു പോസ്റ്റ് എടുത്ത് കളഞ്ഞു. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം there is something ഫിഷി എന്ന്. സോ മറ്റ് കട്ട് ഡൗൺ ഫീച്ചേഴ്സും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ 4GB എന്ന് പറയുന്നത് ഈ ഗ്രാഫിക്സ് കാർഡിൽ ലോ ആണ്. ആൻഡ് പുതിയ ഗെയിംസ് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഹൈ എൻഡ് ഗെയിംസിൽ നോക്കുവാണെങ്കിൽ ഗ്രാഫിക്സ് ടെക്സ്ചേഴ്സ് അല്ലെങ്കിൽ ഇമേജസ് ലോഡ് ആകാൻ വേണ്ടി അല്ലെങ്കിൽ അത് പ്രോസസ് ചെയ്യാൻ വേണ്ടി നല്ല VRAMന്റെ ആവശ്യം വരുന്നുണ്ട്. ഇവിടെ പുതിയൊരു RDNA 2 ആർക്കിടെക്ചർ വന്നതേ ഉള്ളൂ. പക്ഷേ കുറേ ഫീച്ചേഴ്സ് പഴയ RX 570 ആൻഡ് 580 ഗ്രാഫിക്സ് കാർഡ്സിലാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. പല ഫീച്ചേഴ്സ് RX 570 ആൻഡ് RX 580 ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മിസ്സിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ ട്രാൻസിസ്റ്റർ കൗണ്ട് നോക്കുവാണെങ്കിൽ പഴയ RX 570യേക്കാളും കുറവാണ്. ഇതിൽ 5.4 ബില്യൺ ട്രാൻസിസ്റ്റേഴ്സ് ആണ് 6500 XT ഗ്രാഫിക്സ് കാർഡിൽ വരുന്നത്. വേറാസ് പഴയ RX 570ൽ 5.7 ബില്യൺ ഉണ്ടായിരുന്നു. സിമിലർലി കമ്പ്യൂട്ട് യൂണിറ്റ്സ് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിലും 16 കമ്പ്യൂട്ട് യൂണിറ്റ്സ് ആണ് 6500 XT ഗ്രാഫിക്സ് കാർഡിൽ. ആൻഡ് പഴയ RX 570ൽ ഇത് ഡബിൾ ആണ്, 32 കമ്പ്യൂട്ട് യൂണിറ്റ്സ് ആയിരുന്നു. സോ ഇതൊക്കെ ഓവറോൾ പെർഫോമൻസിൽ നല്ലപോലെ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. സിമിലർലി മറ്റൊരു കട്ട് ഡൗൺ സ്പെസിഫിക്കേഷൻ ആണ് ഇതിന്റെ മെമ്മറി ബസ് അല്ലെങ്കിൽ മെമ്മറി ഇന്റർഫേസ്. 64 ബിറ്റ്സ് മാത്രമാണ് ഇതിലെ മെമ്മറി ബസിന്റെ വിത്ത് വരുന്നത്. ആൻഡ് അത് പഴയ ഗ്രാഫിക്സ് കാർഡ് അല്ലെങ്കിൽ റേഡിയോൺ സീരീസിന്റെ മറ്റ് ഗ്രാഫിക്സ് കാർഡ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡയറക്ട്ലി ഹാഫ് ഓഫ് ദി ബസ് വിഡ്ത്ത് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. സോ ബസ് വിഡ്ത്ത് കൂടുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സിമ്പിൾ ലോജിക് ആണ്. ഈ ബസ്സിനെ ഒരു ഹൈവേ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. സോ ഹൈവേയുടെ വിഡ്ത്ത് കൂടുന്നതനുസരിച്ച് കൂടുതൽ വെഹിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. സോ അതേപോലെ ഗ്രാഫിക്സ് കാർഡിൽ ബസ് വിഡ്ത്ത് കൂടുന്നതനുസരിച്ച് അത്രയും കൂടുതൽ ഡേറ്റ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ആകുന്നതായിരിക്കും. സോ ഇവിടെ ബസ് വിഡ്ത്ത് കുറഞ്ഞുകൊണ്ട് തന്നെ ഓവറോൾ ഗ്രാഫിക്സ് കാർഡിന്റെ ബാൻഡ് വിഡ്ത്ത് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതേ പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇതേ കാറ്റഗറിയിൽ വരുന്ന RX 5500 XT GTX 1650 ഗ്രാഫിക്സ് കാർഡുമായിട്ട് ഒരു കമ്പാരിഷൻ നോക്കുവാണെങ്കിൽ സ്പെക്സിൽ VRAM എല്ലാത്തിലും 4GB തന്നെയാണ്. 5500 XTയിൽ ഒരു 8GBയുടെ വേരിയന്റും കൂടി ഉണ്ട്. പക്ഷെ ജസ്റ്റ് 4GBന് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ ബസ് വിഡ്ത്ത് കാണാം. 6500 XTയിൽ 64 ബിറ്റ് ആണ്. പഴയ 5500 XTയിൽ 128 ബിറ്റ് ആണ്, കൂടുതലാണ്. ഈവൻ GTX 1650യിലും 128 ബിറ്റ് ആണ്. അതുകൊണ്ട് മെമ്മറി ബാൻഡ് വിഡ്ത്ത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ 6500 XTയിൽ 144 GBps ആണ് ബാൻഡ് വിഡ്ത്ത്. 5500 XTയിൽ 224 ആണിത്. ഈവൻ പഴയ RX 570 ഗ്രാഫിക്സ് കാർഡിലും മെമ്മറി ബാൻഡ് വിഡ്ത്ത് 224 GBps തന്നെയായിരുന്നു. സിമിലർലി മറ്റ് ഇമ്പോർട്ടൻറ്റ് സ്പെക്സ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ 6500 XTയിൽ എല്ലാം തന്നെ കുറവാണ്. ജസ്റ്റ് ക്ലോക്ക് സ്പീഡ്സിൽ മാത്രം ചെറിയ ഇംപ്രൂവ്മെന്റേ ഉള്ളൂ. പക്ഷെ ബാക്കി സ്പെക്സ് എല്ലാം തന്നെ കട്ട് ഡൗൺ ചെയ്തേക്കുവാണ്.
ആണ്. മറ്റൊരു ഡിസപ്പോയിന്റിംഗ് കട്ട് ഡൗൺ കാണുന്നത് PCI ഇന്റർഫേസിലാണ്. സോ ഇവിടെ PCI നോർമലി എല്ലാ ഗ്രാഫിക്സ് കാർഡ്സും PCIയുടെ ടോട്ടൽ 16 ലെയിൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലോ ബഡ്ജറ്റ് ഗ്രാഫിക്സ് കാർഡ്സിൽ അറ്റ്ലീസ്റ്റ് PCI 4/8 ആണ് യൂസ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് 8 ലെയിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ PCI 4/4 ആണ് കാണുന്നത്. സോ ദാറ്റ് മീൻസ് ഓൺലി 4 ലെയിൻസ് ആണ് യൂസ് ചെയ്യുന്നത് PCI 4യുടെ. സോ ഇത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് PCI 3 യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഇന്റർഫേസ് സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡ്സും പ്രോസസ്സേഴ്സും യൂസ് ചെയ്യുന്നവരിലായിരിക്കും. സോ ഇപ്പോൾ കറന്റ്ലി നോക്കുവാണെങ്കിൽ AMD സൈഡ് Ryzen 3000 ആൻഡ് അബോവ് പ്രോസസ്സേഴ്സ്. സോ Ryzen 3000ഉം അത് കഴിഞ്ഞ് വന്ന പ്രോസസ്സേഴ്സും ആൻഡ് 500 സീരീസിലെ മദർ ബോർഡ്സ് എല്ലാം PCI Gen 4 സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇന്റൽ സൈഡ് വരുവാണെങ്കിൽ ഇന്റലിന്റെ 11th ആൻഡ് 12th ജനറേഷൻ വിത്ത് 500 ആൻഡ് 600 സീരീസ് മദർ ബോർഡ്സ് ആയിരിക്കും PCI Gen 4 സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇതല്ലാതെ പഴയ ജനറേഷൻസ് ഇന്റലിന്റെ 10th അല്ലെങ്കിൽ 9th ഓർ പഴയ ജനറേഷൻസ് ഈവൻ റൈസന്റെ 3000 മുന്നേ ഉള്ള ജനറേഷൻസ് ഒന്നും PCI Gen 4 സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഓൺലി PCI 3 ആയിരിക്കും യൂസ് ചെയ്യുന്നത്. PCI 3 ഇന്റർഫേസ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. സോ സ്പീഡിൽ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിഫറൻസ് ആയിരിക്കും നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് ഈ ചാർട്ടിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും എത്രയായിരിക്കും സ്പീഡിൽ ആ ഒരു ഡിക്രീസ് വരുന്നതെന്ന്. സോ ഫോർ എക്സാമ്പിൾ PCI 3യും 4ന്റെ 4 ലൈൻസ് 8 ലൈൻസ് ആൻഡ് 16 ലൈൻസിന്റെ സ്പീഡ്സ് നോക്കുവാണെങ്കിൽ 4 ലൈൻസ് നമുക്ക് PCI 3യിൽ 4 Gbps ആണ് അപ്രോക്സിമേറ്റ്ലി കിട്ടുന്നത്. പക്ഷേ PCI Gen 4ലോട്ട് നമ്മൾ വരുവാണെങ്കിൽ അത് 8 Gbps ആയിട്ട് ഇൻക്രീസ് ആവും. ഓൾമോസ്റ്റ് ഡബിൾ ആണ്. സിമിലർലി ഇത് എല്ലാത്തിലും ഇതേപോലെയാണ് റിഫ്ലക്ട് ആകുന്നത്. 8 ലൈൻസ് നോക്കുവാണെങ്കിൽ 8 Gbps ആണ് PCI Gen 3യിൽ. PCI Gen 4ൽ അത് 16 ആണ് അപ്രോക്സിമേറ്റ്ലി. ഫുൾ 16 ലൈൻസ് യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ്സിൽ PCI Gen 3യിൽ നമുക്ക് 16 Gbpsന്റെ ആണ് സ്പീഡ്സ് അല്ലെങ്കിൽ ബാൻഡ്വിത്ത്. ആൻഡ് PCI Gen 4ലോട്ട് വരുവാണെങ്കിൽ ഇത് 32 Gbps ആണ്. ഓൾമോസ്റ്റ് ഡബിൾ ദി വാല്യൂസ് ആണ് നമ്മൾ Gen 3 to Gen 4 കമ്പയർ ചെയ്യുമ്പോൾ കാണുന്നത്. സോ ഇവിടെ ഫിസിക്കലി ഗ്രാഫിക്സ് കാർഡ് നമ്മൾ നോക്കുവാണെങ്കിൽ 16 ലെയിൻസിന്റെ തന്നെ അല്ലെങ്കിൽ ഫുൾ 16ന്റെ ആ ഒരു സ്ലോട്ടിന്റെ കാർഡ് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇതിലെ ട്രേസസ് കുറവാണ്. ആക്ച്വലി 4 ലെയിൻസിൽ മാത്രമേ ട്രേസസ് കൊടുത്തിട്ടുള്ളൂ. അകത്തെ ഇന്റേണൽ സർക്യൂട്ട് അല്ലെങ്കിൽ കണക്ഷൻസിൽ ആകെ 4 ട്രേസസേ കൊടുത്തിട്ടുള്ളൂ. സോ അത് ഓവറോൾ പെർഫോമൻസിൽ നല്ലൊരു ഇമ്പാക്റ്റ് തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. സ്പെഷ്യലി PCI Gen 3 ആൻഡ് Gen 4 നിങ്ങൾ ബെഞ്ച് മാർക്സ് ഓൺലൈനിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകും. ഓൾമോസ്റ്റ് ബൈ ദിസ് ടൈം എല്ലാ ടോപ്പ് യൂട്യൂബേഴ്സിന്റെ റിവ്യൂസ് വന്നിട്ടുണ്ടാവും. സോ ഇതിലെല്ലാം PCI Gen 3 ആൻഡ് Gen 4ന്റെ കമ്പാരിഷൻ നോക്കുവാണെങ്കിൽ ഗെയിമിംഗ് FPS നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത്രയും ലിമിറ്റേഷൻസ് കാരണം തന്നെയാണ് ഡിസ്പ്ലേ ഔട്ട്സ് നോക്കുവാണെങ്കിൽ ആകെ 2 ഔട്ട്പുട്ട്സേ ഉള്ളൂ. ഒരു HDMI ഒരു ഡിസ്പ്ലേ പോർട്ട് മാത്രമേ ഉള്ളൂ. സോ ഇൻ കേസ് മൾട്ടിപ്പിൾ മോണിറ്റർ സെറ്റപ്സ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതായത് 2 ഡിസ്പ്ലേസ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അതിൽ കൂടുതൽ ഡിസ്പ്ലേസ് സപ്പോർട്ട് ചെയ്തില്ല. ആകെ 2 ഡിസ്പ്ലേ ഔട്ട്സേ ഉള്ളൂ. സോ ഓവറോൾ ഗെയിമിംഗ് പെർഫോമൻസ് ഇതുവരെയുള്ള ബെഞ്ച് മാർക്സ് വെച്ച് നോക്കുവാണെങ്കിൽ GTX 1650 സൂപ്പറിന്റെ ആ ഒരു റേഞ്ച് ആണ്. ഇത് രണ്ടിന്റെ ഇടയ്ക്കാണ് വരുന്നത്. ചില 1-2 ഗെയിംസിൽ മാത്രം 1660 റേഞ്ച് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും അത് ഞാൻ കണ്ടത് 1-2 റിവ്യൂസിൽ മാത്രമാണ് ഇത് കണ്ടത്. മോസ്റ്റ് ഓഫ് ദ റിവ്യൂസിൽ 1650 സൂപ്പറിന്റെ ഈ ഒരു റേഞ്ച് തന്നെയാണ്. സോ കൺസിഡറിങ് ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രൈസസ് 32 അല്ലെങ്കിൽ 34,000 റേഞ്ച് ഒക്കെയാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും 6500 XT വാങ്ങുന്നത് വേസ്റ്റ് ഓഫ് മണിയാണ്. അതിലും നല്ലത് 1650 വാങ്ങുന്നത് തന്നെയായിരിക്കും 24,000 റേഞ്ചിൽ. അല്ലെങ്കിൽ ഈവൻ യൂസ്ഡ് 570 580 ഒക്കെ കിട്ടുവാണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പോഴും ഈവൻ ചില ബെഞ്ച് മാർക്സിലൊക്കെ പഴയ RX 580 ഒക്കെ ഇതിനേക്കാളും ബെറ്റർ ആണ്. സോ ഓവറോൾ ഗെയിമിങ്ങിന് വേണ്ടി എന്തായാലും ഞാനിത് 100% റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഇൻ കേസ് നിങ്ങളുടെ പുതിയ ഹാർഡ്വെയർ ആണ്, അതായത് PCI Gen 4 സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡ് ആൻഡ് പ്രോസസ്സർ ഉള്ള ഒരു ഹാർഡ്വെയർ ആണ്, ആ ഒരു PC സെറ്റപ്പ് ആണെങ്കിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ഗെയിമിങ്ങിന് മാത്രം. അതും നിങ്ങൾക്ക് ഈ 18,000ന്റെ പ്രൈസിൽ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ മാത്രം. പക്ഷെ അതിൽ കൂടുതൽ 30,000 റേഞ്ച് ഒക്കെ ആണെങ്കിൽ ഒട്ടും വേർത്തല്ല. എവിടെയെങ്കിലും നിങ്ങൾക്ക് അതിൽ കുറവ് 1650യേക്കാളും കുറഞ്ഞ പ്രൈസിൽ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ എടുക്കുന്നത് നല്ലതായിരിക്കും. അത് മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഗെയിമിംഗ് അല്ലാതെ വേറെ എന്തെങ്കിലും പേർപ്പസിന് വേണ്ടിയാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിൾ എഡിറ്റിംഗ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷനോ റെൻഡറിങ് ഇതുപോലത്തെ സംഭവങ്ങളാണെങ്കിൽ 100% എടുക്കണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതിലെ ഫൈനൽ ഫീച്ചർ കട്ട് ഡൗൺ നോ വീഡിയോ എൻകോഡിംഗ് അല്ലെങ്കിൽ ഡീകോഡിംഗ് സപ്പോർട്ട്. സോ ദാറ്റ് മീൻസ് വീഡിയോ എക്സ്പോർട്ടിംഗ് അല്ലെങ്കിൽ റെൻഡറിംഗിൽ നിങ്ങൾക്ക് ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡിന്റെ പവർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പ്രോസസ്സറിന്റെ കോഴ്സിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾ ഒരു APU ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സിന്റെ പവർ യൂസ് ചെയ്യേണ്ടി വരും. ഈവൻ ദോ ഒരു ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇത് ഈ ഗ്രാഫിക്സ് കാർഡിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. വീഡിയോ എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഇല്ല. ഡീകോഡിംഗ് മോസ്റ്റ്ലി AV1 ഫോർമാറ്റ് ആണ് ഇല്ലാത്തത്. AV1 ഇപ്പം മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് അതും റീസെന്റ് യൂസ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ ചില സ്ട്രീംസിലൊക്കെ. സോ ഒബ്വിയസ്ലി ഷുവർ ആണ് ഇനി ഫ്യൂച്ചർ വരാനിരിക്കുന്ന സ്ട്രീമിംഗ് കണ്ടന്റ് ഒക്കെ AV1 ഫോർമാറ്റിലോട്ട് സ്ലോലി മൂവ് ആവുന്നതായിരിക്കും. സോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈവൻ നെറ്റ്ഫ്ലിക്സ് പോലത്തെ സ്ട്രീമിംഗ് പോലും പോസിബിൾ ആയിരിക്കും
വിചാരിക്കത്തില്ല ഈ ഗ്രാഫിക്സ് കാർഡ് വെച്ചുകൊണ്ട്. സോ ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ എഡിറ്റേഴ്സ് ഓർ ഈവൻ ഫ്യൂച്ചറിൽ ഈ ഒരു ബഡ്ജറ്റ് കാർഡ് വെച്ച് ഒരു AMD ഹാക്കിൻടോഷ് ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും എഡിറ്റിംഗ് പേർപ്പസിന് എടുത്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ പ്രോസസ്സറിലെ പവറെ മോസ്റ്റ്ലി യൂസ് ആവത്തുള്ളൂ. ഗ്രാഫിക്സ് കാർഡ് സോഫ്റ്റ്വെയർസ് ഡിറ്റക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് എടുത്തിട്ട് ഒരു കാര്യമില്ല ഫോർ കണ്ടന്റ് ക്രിയേഷൻ, എഡിറ്റിംഗ് ഓർ ഇതുപോലത്തെ പേർപ്പസിന് വേണ്ടി. ഗെയിമിങ്ങിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ പുതിയൊരു ഹാർഡ്വെയർ ആണ് PCIe Gen 4 സപ്പോർട്ട് ചെയ്യുന്ന ഹാർഡ്വെയർ ഉള്ള ഒരു PC ആണെങ്കിൽ, അതും കുറഞ്ഞ പ്രൈസിൽ കിട്ടുവാണെങ്കിൽ, ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ മോസ്റ്റ് പ്രൈസസ് ഹൈ ആയിട്ടുണ്ട്. ഗ്ലോബലി നോക്കുവാണെങ്കിലും 199 റിലീസായത്, പക്ഷേ 299 മേലെയൊക്കെയാണ് ഗ്ലോബൽ മാർക്കറ്റ്സിലും നോക്കുവാണെങ്കിൽ ഇതിന്റെ പ്രൈസിങ് കാണുന്നത്. എനിക്കിത് ആക്ച്വലി ഒരെണ്ണം പർച്ചേസ് ചെയ്ത് റിയൽ ബെഞ്ച് മാർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു കറന്റ് സിറ്റുവേഷനിൽ ഞാൻ എന്തായാലും ഈ ഗ്രാഫിക്സ് കാർഡ് വാങ്ങിക്കുന്നില്ല. ഈ ഗ്രാഫിക്സ് കാർഡ് എന്നല്ല, പൊതുവേ ഇനി കുറച്ച് നാളത്തേക്ക് എന്തായാലും പുതിയ ഹാർഡ്വെയർ സംഭവങ്ങൾ ഞാൻ നോക്കുന്നില്ല. കാരണം കറന്റ്ലി ഇപ്പം ഞാൻ ജോബ്ലെസ് ആണ്. ഇവിടെ ഇപ്പം കുറച്ച് മാസങ്ങളായിട്ട് എനിക്ക് ജോലിയില്ല. സോ വേറെ ജോലി ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എന്തായാലും നിർത്തി വെച്ചേക്കുവാണ്. ഇപ്പം മോസ്റ്റ്ലി നാട്ടിലോട്ട് തിരിച്ചു വരാനുള്ള ചെറിയ പ്ലാൻ ഉണ്ട്. സോ മേ ബി അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ കാണുന്ന ഹാർഡ്വെയർ എല്ലാം ഇവിടെ വിറ്റിട്ട് വരണം. അങ്ങോട്ട് എന്തായാലും ഇതെല്ലാം വരുമ്പോൾ കൊണ്ടുവരാൻ പറ്റത്തില്ല. സോ മോസ്റ്റ് ഓഫ് ദി ഹാർഡ്വെയർ ഞാൻ ഇവിടെ ഇപ്പോൾ സെയിൽ ചെയ്യാനാണ് നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 12th ജനറേഷൻ ബിൽഡിന്റെയും ഇതുവരെ ഞാൻ ബെഞ്ച് മാർക്ക് ചെയ്തിട്ടില്ല. സോ മോസ്റ്റ്ലി വിതിൻ ഫ്യൂ മന്ത്സ് അല്ലെങ്കിൽ വിതിൻ എ ഇയർ നാട്ടിൽ വരുന്നതായിരിക്കും. നാട്ടിൽ വന്ന് എന്തോ ചെയ്യുമെന്ന് ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. ചെറിയൊരു ബിസിനസ് പ്ലാൻ ഉണ്ട്. മേ ബി PC ബിൽഡ്സ് ഒക്കെ ചെയ്യുമായിരിക്കും. ആ ഒരു ബിസിനസ്സിലോട്ട് മേ ബി പോകുമായിരിക്കും. അല്ലെങ്കിൽ വേറെ ഒരു ജോബ് നോക്കണം. വേറൊരു ജോബ് എവിടെയെങ്കിലും നാട്ടിൽ കിട്ടുമോ എന്നുള്ളതും ഡൗട്ട്ഫുൾ ആണ്. എന്താണെന്നുള്ള സിറ്റുവേഷൻ എനിക്കറിയത്തില്ല. സോ ഇപ്പോഴേ ആക്ച്വലി ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ സ്വന്തം ഒരു ഗെയിമിംഗ് ഗിയറിൻ്റെ ബ്രാൻഡ് തുടങ്ങണമെന്നൊക്കെ ഉണ്ട്. സോ ഇതെല്ലാം എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം പ്ലാനിങ് ആണ്. ഇതൊക്കെ നടക്കുമോ ഓർ വേറെ ഏതെങ്കിലും ജോലി സെറ്റ് ആകുമോ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി യൂട്യൂബ് ആൻഡ് ഈ PC ബിൽഡിംഗ് സൈഡിലോട്ട് ആ ഒരു ലൈനിലോട്ട് വരുവാണെങ്കിൽ നാട്ടിൽ ആ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യവും എനിക്കറിയത്തില്ല. സോ ഇതെല്ലാം വന്നു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ അപ്പോഴേ നമുക്ക് ഇതൊക്കെ നാട്ടിലെ ഒരു സിറ്റുവേഷൻ മനസ്സിലാവത്തുള്ളൂ. എനിവേസ് അതൊക്കെ വിട്ടേക്കാം. കമ്മിങ് ടു ദ വീഡിയോ, RX 6500 XT ഗ്രാഫിക്സ് കാർഡ് എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഓവറോൾ എന്ത് യൂസേജ് ആണെങ്കിലും ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത്രയ്ക്ക് ഹാപ്പി അല്ല. ശരിക്കും AMDയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഞാൻ എക്സ്പെക്ട് ചെയ്തതേ അല്ല. പല ഫീച്ചേഴ്സ് ആൻഡ് പല കാര്യങ്ങളും കട്ട് ഡൗൺ ചെയ്തു. AMD തന്നെ പറഞ്ഞ കാര്യങ്ങൾ അവർ തിരിച്ചെടുത്തു, ഹൈഡ് ചെയ്യുന്നു, പോസ്റ്റും കാര്യങ്ങളൊക്കെ. AMD അങ്ങനെ അധികം ചെയ്യാത്തതാണ്. AMDയുടെ സൈഡിൽ നിന്ന് നമ്മൾ അധികം കാണാത്ത കാര്യങ്ങളൊക്കെയാണ്. 6500 XT ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് ആകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. ഈ സംഭവങ്ങളൊന്നും കട്ട് ഡൗൺ ചെയ്തില്ല. ഈ സ്പെഷ്യലി ഏറ്റവും ബിഗ്ഗസ്റ്റ് വീഡിയോ എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് സപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങിയ ടൈമിലെ ആ ഒരു ഇനീഷ്യൽ പ്രൈസിംഗിൽ, അതായത് 18,000 റേഞ്ചിലെങ്കിലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കാര്യങ്ങൾ അങ്ങനൊന്നും അല്ല. 6500 XT ഒരു വൻ ദുരന്തം എന്നേ ഞാൻ പറയുന്നുള്ളൂ. സോ ഡോണ്ട് ബൈ ഇറ്റ്. അതിലും നല്ലത് പഴയ RX 570 580 ഒക്കെ യൂസ്ഡ് കിട്ടുവാണെങ്കിൽ എത്രയോ ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ പുതിയ ഗ്രാഫിക്സ് കാർഡാണ് നോക്കുന്നതെങ്കിൽ ഇപ്പോഴും GTX 1650 തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. RTX 3050 നെക്സ്റ്റ് വീക്ക് വരുമായിരിക്കും. സോ അതിൻ്റെ സിറ്റുവേഷൻ ഇനി എങ്ങനെ ആയിരിക്കും എന്നറിയത്തില്ല. അത് നമുക്ക് വന്നാലേ അറിയത്തുള്ളൂ. RTX 3050ക്ക് വേണ്ടി വേണേൽ വെയിറ്റ് ചെയ്യാം. എനിവേസ് ഐ തിങ്ക് ജാനുവരി എൻഡിലാണെന്ന് തോന്നുന്നു RTX 3050 വരുന്നതും. അന്നേരം നമുക്കറിയാം. സോ ഹോപ്പ്ഫുള്ളി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ തൊട്ടടുത്തുള്ള മണി എന്ന് നോട്ടിച്ചിട്ടേക്ക്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.